നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യൂ. നിങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ പോയി. 1000 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ്. 1000 രൂപയുടെ ഒരു ടീഷർട്ട് വാങ്ങാനാണ് നിങ്ങൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീഷർട്ടിൻ്റെ വില 1400 രൂപയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് വാങ്ങില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരിച്ചു പോരും. അല്ലെങ്കിൽ 1400 രൂപ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമിൽ വരാമെന്ന് തീരുമാനിക്കും. ആം ഐ റൈറ്റ്? അതെ. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാൽ നിങ്ങൾ അടുത്ത ദിവസം അതേ കടയിൽ എടാ എനിക്കൊരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടുമായി പോയി എന്ന് വെച്ചു. ട്രെൻഡ്സോ മാക്സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ്, എടാ നിനക്കിത് നന്നായിട്ടുണ്ട്, നീ മറ്റേ ഫണ്ട് അല്ലെ നമുക്ക് ഫണ്ട് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാം, നമുക്ക് ഈ ടീഷർട്ട് എടുക്കാം, നിനക്കിത് നന്നായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടീഷർട്ട് വാങ്ങിയിരിക്കും. ഡെഫിനറ്റ്ലി യു വിൽ ബൈ ഇറ്റ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് തീരുമാനങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഒരു കമ്പാനിയൻ എത്രത്തോളം എഫക്റ്റ് ചെയ്യും? ദാറ്റ് ഈസ് ഷോപ്പിംഗ് കമ്പാനിയൻ എഫക്റ്റ്. ഒരു കമ്പാനിയന് എത്രത്തോളം നിങ്ങളുടെ ഷോപ്പിങ്ങിനെ സ്വാധീനിക്കാൻ കഴിയും? ഉറപ്പായിട്ടും കഴിയും. നിങ്ങൾ ഇനി മുൻപ് പോയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും പോകാനിരിക്കുന്ന സിറ്റുവേഷൻസിൽ കമ്പാനിയൻഷിപ്പ് ഉണ്ടോ, അല്ലെ കമ്പാനിയൻഷിപ്പ് എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് നോക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് എ കമ്പാനിയൻഷിപ്പ്. കമ്പാനിയൻഷിപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്പാനിയനോടൊപ്പമാണോ ഷോപ്പ് ചെയ്യുന്നത് അപ്പോഴെടുക്കുന്ന ഡിസിഷൻസ്, ഞാൻ ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിസിഷൻസ്, ഞാൻ ഒരു കമ്പാനിയനൊപ്പം ഷോപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ കമ്പാനിയൻഷിപ്പ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് എന്നത് ഒരു പ്യുവർലി ലോജിക്കൽ പ്രോസസ്സ് അല്ല. അതായത് നമ്മുടെ കമ്പാനിയൻസ് എഫക്റ്റ് ചെയ്യും. നമ്മൾ ക്വാളിറ്റി നോക്കും, പ്രൈസ് നോക്കും, മൂഡ് നോക്കും, സോഷ്യൽ എൻവയോൺമെൻറ്റ് നോക്കും. അതായത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആണോ നമ്മുടെ ഡ്രസ്സിങ് രീതി എന്ന് നോക്കില്ലേ? നമ്മുടെ ആ സമയത്തെ മൂഡ്, ഇന്ന് ഷോപ്പിൽ കയറുമ്പോൾ കാശ് ചിലവാക്കാനുള്ള മൂഡാണെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം ഷോപ്പ് ചെയ്യും. കാശ് ചിലവാക്കാനുള്ള മൂഡല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലെസ്സേ ഷോപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് ക്വാളിറ്റി, കളർ, ഈസ് ഇറ്റ് മാച്ച് ഫോർ ദിസ്, പ്രൈസ്. എന്നാൽ ഒരു ഫ്രണ്ടിനൊപ്പം പോകുമ്പോൾ അവൻ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അല്ല അവൾ നമ്മളോട് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. എന്താ അറിയോ? ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഇതിട്ടും നിന്നെ കണ്ടാലുണ്ടല്ലോ നമ്മുടെ ഡിസിഷൻസ്, പ്രൈസ്, ക്വാളിറ്റി, കളർ, നമ്മുടെ കളർ സെൻസ്, നമ്മൾ മിററിൽ നോക്കിയപ്പോൾ നമ്മൾ കണ്ട ഇമേജിനേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഫ്രണ്ട് നമ്മളോട് പറഞ്ഞ ഒപ്പീനിയനാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്പാനിയൻഷിപ്പ് എഫക്റ്റ്. നമ്മൾ ഡെഫിനറ്റ്ലി അത് വാങ്ങിയിരിക്കും. ഇതിന് സൈക്കോളജിയിൽ ഒരു വേർഡുണ്ട്, സോഷ്യൽ ഇൻഫ്ലുവൻസ്. അതായത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലായ്പ്പോഴും ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡിസിഷൻസാണ്. നമ്മൾ എല്ലായ്പ്പോഴും നോക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ ലൈക്ക് ചെയ്യുന്ന പേജസ് ഏതാണ്, മറ്റുള്ളവർ ലൈക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതാണ്, അവരൊക്കെ ഏതൊക്കെ ഷോപ്പിംഗ് കാർട്ടിൽ കയറുന്നുണ്ട്, അവരൊക്കെ നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ ഫ്രണ്ട്സായ ഇന്നാരെല്ലാം ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന്. ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ നോക്കും, ലവളും മറ്റവനും ഒക്കെ ഇത് ലൈക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം ഐ നീഡ് ടു ലൈക്ക് ഇറ്റ് എന്നുള്ളത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. ഇതിൻ്റെ സൈക്കോളജിക്കൽ വേർഡ് ഈസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് തന്നെയാണ്. മറ്റുള്ളവർ ചെയ്തത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സോഷ്യൽ അക്സെപ്റ്റൻസ് എന്നാൽ മാത്രമേ കിട്ടൂ എന്നും നമ്മുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയി. ലാസ്റ്റിൽ ഞാൻ ഓർഡർ ചെയ്യാൻ 2 എണ്ണം ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഒരു പ്രോഡക്റ്റ് അല്ല ഒരു ഫുഡ് എൻ്റെ ഫ്രണ്ട് പറയുന്നു ഞാനിത് കഴിച്ചിട്ടുണ്ട്, വളരെ നൈസാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത്, കാരണം ഒരു അൺസർട്ടനിറ്റിക്ക് നമ്മൾ റെഡിയല്ല, അല്ലെങ്കിൽ അടുത്തൊരു കഴിച്ചിട്ടില്ലാത്തൊരു പ്രോഡക്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ നമ്മൾ റെഡി ആവുന്നില്ല, നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്യും. നമ്മുടെ ബ്രെയിനിന് അപ്പോൾ ഒരു സിഗ്നൽ കിട്ടും, ദാറ്റ് സേഫ്, നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞു അത് കഴിച്ചിട്ടുണ്ടെന്ന്. സോ യു നീഡ് ടു ടേസ്റ്റ് ദാറ്റ് യു ആർ ഇൻ ദ സേഫ് സോൺ.
ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുമോ? എക്സാക്ട്ലി, ചെയ്തിരിക്കും. നിങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഷോപ്പിംഗ് മാളിൽ നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന സമയത്ത് ഫ്രണ്ട് പെർഫ്യൂം വാങ്ങിച്ചു, അവൻ ഡ്രസ്സ് വാങ്ങിച്ചു, അവൻ ഷൂസ് വാങ്ങിച്ചു, നിങ്ങൾ പക്ഷെ ഒന്നും വാങ്ങുന്നില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു തോട്ട് ഉണ്ടാവും, ഞാൻ എന്തെങ്കിലും വാങ്ങണ്ടേന്ന്. ഗ്രൂപ്പിൻ്റെ നോംസിനൊപ്പം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നോർമേറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു കംഫർട്ടബിൾ സോണാണ്. അതായത് മൈൻഡിന് തോന്നുകയാണ് വി ആർ ഇൻ ദ കംഫർട്ടബിൾ സോൺ, ഇവിടെ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കതൊരു നഷ്ടമല്ല, ഇത് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് എന്ന് തോന്നുകയാണ്. മനസ്സിലായോ? ഹെയർ കട്ട് ആയിക്കോട്ടെ, ഷൂസായി വാങ്ങുന്നതായിക്കോട്ടെ, ഡ്രസ്സസ് വാങ്ങിക്കുന്നതായിക്കോട്ടെ, ഏറ്റവും ഇൻഫ്ലുവൻസബിൾ സെൻറ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിനക്ക് നന്നായിട്ടുണ്ട്. അതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സബ്ജക്റ്റ് ഇല്ല, ഒരു കോട്ട് ആക്ച്വലി ഇല്ലെന്ന് തന്നെ പറയാം. നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ 2 ഡിസിഷൻസ് ആണുള്ളത്. ഒന്ന്, നമ്മൾ നമ്മളെ മിററിൽ എങ്ങനെ കാണണം. ദ സെക്കൻഡറി ഈസ് നമ്മുടെ മറ്റൊരാളെങ്ങനെ കാണണം. ആം ഐ റൈറ്റ്? നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് പറയുകയാണ് ഈ ഷർട്ട് നിനക്ക് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാഞ്ഞ ഒരു സാധനം മിററിൽ നോക്കുമ്പോൾ നമ്മളൊരു കൊള്ളാവുന്ന പെർസെപ്ഷനിലേക്ക് എത്തി. ഇവിടെ പെർസെപ്ഷനാണ് മാറിയത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാണുന്ന ഒരു ആംഗിളാണ് മാറിയിരിക്കുന്നത്. പ്രോഡക്റ്റ് അല്ല, ഇന്നലെ വേണ്ടാതെ നിങ്ങൾ വെച്ചുപോയ പ്രോഡക്റ്റ് അല്ല മാറിയത്, ഇന്ന് നിങ്ങൾ കണ്ട രീതിയാണ്. അത് ബ്രെയിൻ നമുക്ക് തരുന്നൊരു സിഗ്നലാണ്. നിൻ്റെ ഫ്രണ്ടിന് അത് ഇഷ്ടപ്പെട്ടു, സൊസൈറ്റിക്ക് അത് ഇഷ്ടപ്പെട്ടും, അല്ലെങ്കിൽ സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിനക്കത് സാധ്യമാണ്. ഇനി പർച്ചേസ് എഫക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അതായത് കപ്പിൾസ് എഫക്റ്റ്. കപ്പിൾസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കപ്പിൾസ് 2 പേര് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഒരാൾ ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റിനെ പറ്റി ഭയങ്കരമായി ചിന്തിക്കുന്ന ആളായിരിക്കും. രണ്ടാമത്തെ ആൾക്ക് ബഡ്ജറ്റിനെ പറ്റിയിട്ട് അത്ര അയാൾ കുറച്ചുകൂടെ സോഷ്യൽ ഇമ്പാക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ആളായിരിക്കും. എന്ത് പറ്റും? ഒരാൾ നിനക്കിത് ചേരും എന്ന് പറയും, മറ്റേ ആൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ ബഡ്ജറ്റിന് അപ്പുറമാണ്, 30,000 ദിസ് മന്ത്, ഈ മാസത്തെ ബഡ്ജറ്റ്. ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ആൾ എന്ത് പറയും? നമുക്കിത് നെക്സ്റ്റ് മന്ത് മേടിക്കാം. പക്ഷെ ബഡ്ജറ്റ് അല്ല പ്രയോറിറ്റി, സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് വിചാരിക്കുന്ന ആൾ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ഇത് വാങ്ങണമെന്ന് തീരുമാനിക്കും. ഓട്ടോമാറ്റിക്കലി ഇവർക്കിടയിൽ വരുന്ന ഒരു ഡിസിഷനുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ പാർട്ട്ണർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. സോ അയാൾ പ്രിസ്ക്രൈബ് ചെയ്ത സാധനം, അല്ലെ അയാൾ ഡിസൈഡ് ചെയ്ത സാധനം ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓൺ ദ വേ, എനിക്ക് നന്നായിരിക്കും. മനസ്സിലായോ? അങ്ങനെ ഒരു തോന്നലുണ്ടാകും ഡെഫിനറ്റ്ലി. ഇനി പേരൻസിനൊപ്പം കുട്ടികൾ ഷോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പേരൻറ്റ് ബഡ്ജറ്റിൽ നോക്കിയിട്ടായിരിക്കും, മകനെ അല്ലെ മകളെ ഞങ്ങൾക്ക് ഈ മാസം ഇത്രയും ബഡ്ജറ്റ് ചിലവാക്കാനില്ല എന്ന് പറയാം. സെക്കൻഡ്, ഇത്രയും നാളായിട്ട് നീ ഈ ഫോൺ തന്നെ അല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് മകനെ മകളെ നല്ല സ്പെക്കുള്ളൊരു ഫോൺ വാങ്ങൂ എന്നും പറയാം അല്ലേ? ഇത് രണ്ടും ഒരു ബെറ്റർ ഡിസിഷനായിരിക്കും എല്ലായ്പ്പോഴും പേരൻ്റൽ കമ്പാനിയൻഷിപ്പ് ഷോപ്പിങ്ങിൽ ഉണ്ടാകുന്നത്. ആം ഐ റൈറ്റ്? കമ്പാനിയൻഷിപ്പ് എഫക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്നറിയാമോ? ഈ കമ്പാനിയൻഷിപ്പ് ഷോപ്പിങ്ങിൽ നമുക്കൊരു ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിന് നമ്മളുടെ നെഗറ്റീവ്സ് പെട്ടെന്ന്, നമ്മുടെ ഈ ഫ്രണ്ടെന്ന് പറയുന്ന ലെവലുണ്ടല്ലോ, അവൾക്കാണല്ലോ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാൻ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇത് കാണാൻ പറ്റും. അപ്പോൾ അവൾ പറയും സാധനമൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ ഫിറ്റിംഗ് ഇല്ല, ഇവിടെ ദേ ഒരു നൂല് പൊങ്ങിയിട്ടുണ്ട്, ദേ ഇവിടുത്തെ ഷോൾഡർ ശരിയായിട്ടില്ല. അപ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഷോപ്പിങ്ങിലെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് എ പോസിറ്റീവ് സൈഡ് ആക്ച്വലി. ദ സെക്കൻഡ് തിങ് ഈസ്, അവനോ അവൾക്കോ പേരൻറ്റിനോ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ബഡ്ജറ്റിൽ. ഇതല്ലേ ഇത് കഴിഞ്ഞ ദിവസം താൻ ഇട്ട് കണ്ടത് എന്ന് നമ്മുടെ ഫ്രണ്ടിന് ചോദിക്കാം. അമ്മയ്ക്ക് ചോദിക്കുക, എൻ്റെ പെണ്ണെ നിൻ്റെ വാർഡ്രോബിലിരിക്കുന്ന ഇതേ സൈസ് എത്ര ടോപ്പുണ്ട് നിനക്ക്, എത്ര ഷൂസ് ഉണ്ട് നിനക്ക്, എത്ര ചെരുപ്പുണ്ട് നിനക്ക്. അതും ഒരു നല്ല ലക്ഷണം തന്നെയാണ്. പോസിറ്റീവ് സൈഡ് ഓഫ് കമ്പാനിയൻഷിപ്പ് ഷോപ്പിംഗ്. തേർഡ് പോസിറ്റീവ് സൈഡ് ഈസ്, നമുക്ക് ഈ കടയിൽ ചാർജസ് അറിയണ്ടോ, ഈ കടയിൽ 3,000 ആണ് ഇതിൻ്റെ വില,
നമ്മുടെ ഫ്രണ്ടിന് അറിയായിരിക്കും ചിലപ്പോൾ അടുത്ത 2 കടയിലെ വില എത്രയാണെന്ന്. ഈ സാധനം സെയിം ബ്രാൻഡ് സെയിം സാധനം ഈ കടയിൽ ഇത്രയേ ഉള്ളൂ, 2600 ഉള്ളൂ, 2000 ഉള്ളൂ എന്ന് നമ്മളെ അഡ്വൈസ് ചെയ്യാൻ ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ പെട്ടെന്നുള്ളൊരു ഷോപ്പിംഗ്, ട്രോളി വാങ്ങിക്കണം, പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഷോപ്പിംഗ് ഈസ് സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ലിസ്റ്റ് കൊടുത്താൽ മതി, ഇവിടുന്ന് അവിടെ പോകണം, അവിടുന്ന് ഇവിടെ പോകണം എന്ന്. ഒരു ഗുഡ് ഫ്രണ്ട് ആണെങ്കിൽ, ഒരു ഗുഡ് പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കും, എസ്പെഷ്യലി ട്രാവലിംഗ് ടൈമിൽ. ദാറ്റ് വിൽ ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദ കമ്പാനിയൻഷിപ്പ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇനി നെഗറ്റീവ് സൈഡ് പറയട്ടെ. ഒരു ഫ്രണ്ട് റിപ്പീറ്റഡ്ലി പറയുകയാണ്, ഇത് വാങ്ങാതെ പോയാൽ നീ ഔട്ട്ഡേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പറയാണ്, എടി നീ ഈ ഫോൺ മാറിയിട്ട് ഐഫോൺ അല്ല എന്നുണ്ടെങ്കിൽ നീ ഔട്ട്ഡേറ്റഡ് അല്ല, ആസ് ആൻ ഇൻഫ്ലുവൻസർ യു ആർ ഓൺ ദ ബാക്ക് ഓഫ് ദ ജേർണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോഷ്യൽ ഇൻഫ്ലുവൻസിനെ, അവൾ പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറിയിട്ട് അറ്റ് എനി കോസ്റ്റ് EMI ഇട്ടിട്ടാണെങ്കിലും അത് മാറും, നമ്മുടെ ക്യാമറ മാറും, നമ്മുടെ ഷൂസ് മാറും, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽസ് മാറും. ആമേ കറക്റ്റ്? ഇനി മാർക്കറ്റിംഗ് സൈഡിലാണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോ, നിങ്ങളൊരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പരസ്യം കണ്ടു. നമ്മൾ കാണുന്നത് കുറച്ച് ഫ്രണ്ട്സ് ഇരുന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബോട്ടിൽ ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്നതാണ് കാണുന്നത്. ഇനി കുറച്ച് ഡ്രസ്സിൻ്റെ കണ്ടു കഴിഞ്ഞാൽ സംവൺ ലൈക്ക് ദിസ് നോട്ടഡ് ദിസ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരും. ഇല്ല കുറച്ച് ഫ്രണ്ട്സ് ഒരു ഷോപ്പിങ്ങിൻ്റെ സൈറ്റ്സിലും ഒരു ലേഡി ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യുന്നതായിട്ടല്ല ആഡ്സിൽ കാണുന്നത്. കുറച്ച് പേര് ഒരു എന്താ പറയുന്നത്, ഒരു ബോയ് ഒറ്റയ്ക്ക് പോകുന്നതായിട്ടല്ല, അവൻ്റെ കൂടെ ഒരാളെങ്കിലും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഡ്രിങ്ക്സിൻ്റെ പരസ്യത്തിൽ ഒരാളിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നതല്ല, ഹാവിങ് എ ഫൺ മൊമെൻ്റ് എന്നാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഗാദറിങ് ഡിസിഷൻ എന്നുള്ള ഒരു ഇമേജ് നമ്മളുടെ ബ്രെയിന് ഇമ്പൾസീവായിട്ട് മാർക്കറ്റിങ്ങിലൂടെ ആ ബ്രാൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു ഗ്രൂപ്പായി എടുക്കേണ്ട ഡിസിഷനാണ് ഷോപ്പിംഗ് എന്നത് കുത്തിക്കെറ്റിയേക്കാണ്. ഇനി 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു അപ്രൂവൽ നിങ്ങളോട് എടുക്കുക. എൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? എനിക്കിത് ആവശ്യമാണോ? ഞാനിത് മറ്റാരെങ്കിലും ഇൻഫ്ലുവൻസിലാണോ വാങ്ങുന്നത്? ഇത് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത്? ഞാൻ കംഫർട്ടബിളാണ്, അല്ലെങ്കിൽ ഞാൻ ലക്ഷറി ആയിട്ട് ജീവിക്കുകയാണ് എന്ന് മറ്റൊരാളെ കാണിക്കാനാണോ ഞാനിത് ചെയ്യുന്നത്? ഒരു സിമ്പിൾ റൂള് പറയട്ടെ. ബിഗ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കരുത്. തിങ്ക് ബിഫോർ ദാറ്റ്. എത്രമാത്രം ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ട്, എത്രമാത്രം ഇതെനിക്ക് സോഷ്യലി ആക്സെപ്റ്റബിളാണ്, എനിക്കിത് ആവശ്യമുണ്ടോ, ഇതിൻ്റെ പ്രൈസ് വേറെ എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്കിത് ആവശ്യമുണ്ടോ? ഒന്ന് വെയിറ്റ് ചെയ്യുക. എൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ ഈ ഷോപ്പിംഗ് അഫോർഡ് ചെയ്യുന്നുണ്ടോ? സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? മറ്റൊരു കമ്പാനിയനും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പായുള്ള കാര്യമാണോ? ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം ഷോപ്പിങ്ങിന് പോയാൽ ദ സൈക്കോളജി ഓഫ് കമ്പാനിയൻഷിപ്പ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.